എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ മustha. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹിന്ദു ഫെബ്രുവരി 2 ന്യൂസ് ആണ്. നമുക്കറിയാം ഇന്നലെ ബഡ്ജറ്റ് ഡേ ആയിരുന്നു. അപ്പൊ അതിന്റെ ബഡ്ജറ്റ് ന്യൂസ് ആണ് ഇന്ന് പ്രധാനമായിട്ടും ഉള്ളത്. നമ്മൾ ഇന്നത്തെ ന്യൂസിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഇന്നത്തെ ന്യൂസിൽ വായിക്കേണ്ട കാര്യങ്ങൾ, അത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ബജറ്റ് സെഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്ത്യൻ എക്കണോമിക് സർവേ ഉണ്ടായിരുന്നു. എക്കണോമിക് സർവേ നമ്മൾ സമ്മറി ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ അത് മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബജറ്റിന്റെയും സെഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ബജറ്റിന്റെ സമ്മറി എന്താന്നുള്ളത് അത് ഓരോ ആംഗിളിലും നമ്മൾ അഗ്രികൾച്ചർ ആവട്ടെ, ഫിനാൻസ്, അങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലയിലും ബജറ്റ് പറയുന്ന സമ്മറി നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാ സമയത്തും അത് ആവശ്യമാണ്. കാരണം ഡെയിലി ഉള്ള കറണ്ട് അഫയേഴ്സ് പോലെയല്ല, നമ്മൾക്ക് ബജറ്റും എക്കണോമിക് സർവേയും നമ്മളതിന്റെ സമ്മറിയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിരന്തരമായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ആയതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നുള്ള ബജറ്റ് സെഷൻ, ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ ഞാൻ അത് ഡീറ്റെയിലോട്ട് പോകുന്നില്ല. ജസ്റ്റ് നിങ്ങൾ എന്തൊക്കെ വായിക്കണം എന്ന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ബജറ്റിൽ നിങ്ങൾ ഇന്നത്തെ ന്യൂസിൽ വായിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതല്ലാത്ത ന്യൂസിലാണെന്ന് നോക്കുന്നത് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ UPSC-യുമായിട്ടും കേസുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് എല്ലാം, ഫ്രീ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലിലൂടെയാണ്. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. വളരെ കുറഞ്ഞ ഫീസിൽ UPSC പഠനം നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ PCM ക്ലാസ്, പ്രിലിംസ് കം മെയിൻസ് ക്ലാസ് IAS-ന്റെയും അതുപോലെ തന്നെ കേസിന്റെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതുമായി ബന്ധപ്പെട്ട് അതിലേക്ക് ജോയിൻ ചെയ്യാനും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ബജറ്റ് സെഷനാണ് അവതരിപ്പിച്ചത്. നമുക്കറിയാം ബജറ്റിൽ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് ഒരു പ്രോഗ്രാം കൊണ്ട് 2022 കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഓൾ പോസ്റ്റ് ഓഫീസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറുന്നുള്ള ഒരു പ്രോഗ്രാം വന്നിട്ട് എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ട് ആക്സസും മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാ സെഷൻസിലേക്ക് എത്താൻ പറ്റും. അതൊരു പ്രോഗ്രാം ഇതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ബജറ്റ് ക്ലാസ്സിൽ ഞാൻ അത് പറയും. മറ്റൊരു പ്രോഗ്രാം തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം 400 ന്യൂ ജനറേഷൻ വന്ദേ ഭാരത് ട്രെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ബെറ്റർ എനർജി എഫിഷ്യൻസിയോട് കൂടിയാണ് പാസഞ്ചർ റൈഡിങ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി വിത്തിൻ നെക്സ്റ്റ് 3 ഇയേഴ്സ് കൊണ്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ ഡിജിറ്റൽ കറൻസി, നമ്മൾ ഡിജിറ്റൽ റുപ്പി എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ളത്, അതുപോലെ തന്നെ മറ്റുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിജിറ്റൽ കറൻസി എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്യൂ ചെയ്യും RBI. ഏകദേശം 2022-23 കൂടി സ്റ്റാർട്ട് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, അത് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ കൂടുതലായിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള ചീപ്പർ ആയിട്ടുള്ള കറൻസി മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, 35% ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. 5.54 lakh crore ഇപ്പോൾ കറന്റ് ഇയറിന് ഏകദേശം 7.5 lakh crore എന്ത് ചെയ്തിട്ടുണ്ട്, ഉയർത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അറിഞ്ഞിരിക്കുക. അതാണ് പ്രധാനമായിട്ടും ചില ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് അതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ബജറ്റ് സ്പീച്ച് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വായിക്കണം നിർബന്ധമായിട്ടും. ഞാൻ ഇതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ബജറ്റ് സമ്മറി ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്കെല്ലാം ഡിസ്കസ് ചെയ്യാം. ഓരോ മേഖലയിലും എത്രത്തോളം ബജറ്റ് പ്ലാൻ ചെയ്യുന്നത്, അതിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം റിലീഫ് പാക്കേജ് ഒക്കെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് പറയുന്നത്. ജസ്റ്റ് ഈ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് വായിക്കുക. 50 year ലോൺ കൊടുക്കുന്നുണ്ട് സ്റ്റേറ്റ്സിനൊക്കെ. ഏകദേശം 1 lakh crore എന്ത് ചെയ്യുന്നുണ്ട്, 50 year ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഒക്കെ സ്റ്റേറ്റ്സിന് കൂടുതൽ ക്യാപിറ്റൽ സ്പെൻഡിങ് ഒക്കെ നടത്താൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയ്ക്കാൻ വേണ്ടിയുള്ള പ്ലാൻ. ഇപ്പൊ 6.9% എന്ത് ചെയ്യാണ്, കുറയ്ക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ധാരാളം ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് ചെയ്യുന്നത് 1.75 lakh crore ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. സ്വാഭാവികമായിട്ടും അത്തരം ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് ഇൻകം കൂടും. ഇൻകം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ബജറ്റ് ഡെഫിസിറ്റ് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അറിഞ്ഞിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് മറ്റു ക്ലാസ്സുകൾ നോക്കാം. പിന്നെ നിങ്ങൾ നോക്കണം മറ്റു ന്യൂസ് 5G സർവീസ് ആണ്. ഏകദേശം 5 year 23 കൂടി എന്ത് ചെയ്യുന്നുണ്ട്, 5G സർവീസ് റോൾ ഔട്ട് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അറിയിച്ചത് ബജറ്റ് സെഷനിൽ. 5G സർവീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കി വെക്കുക. എന്താണ് 5G-യും 4G-യും മുമ്പ് പറഞ്ഞതാണ്. ഞാനത് മെറ്റീരിയൽ കാണിച്ചു, അല്ലാതെ ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. 5G-യും 4G-യും എങ്ങനെ ഡിഫറെന്റ് ആവുന്നത്, ലേറ്റൻസി കുറയുന്നതും അതുപോലെ തന്നെ കൂടുതൽ സ്പീഡ് കൂടുന്ന കാര്യങ്ങളൊക്കെയാണ് അത് വരുന്നത്. അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും, അതുപോലെ തന്നെ അതിന്റെ ചലഞ്ചസും കൂടി മനസ്സിലാക്കി വെക്കാം. അതാണ്. പിന്നെ ഇവിടെ വരുന്നൊക്കെ ഇനി ബജറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ടാക്സ്, ബജറ്റ് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ടാക്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്, ജസ്റ്റ് ന്യൂസ് നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ അത് വായിക്കുക ഈ പേജിൽ. ഓക്കെ. അതുപോലെ തന്നെ
കോർപ്പറേറ്റ് സൊസൈറ്റിക്ക് വരുന്ന ടാക്സും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റർ എന്നുള്ള ഒരു ഏരിയ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇവിടെ പറയാത്തത് കേട്ടോ. പക്ഷെ നിങ്ങൾ ഇത് എന്ത് ചെയ്യണം, ഒരു പ്രാവശ്യമെങ്കിലും നിർബന്ധമായിട്ട് ഈ ഒരു പേപ്പർ ഇന്നോ നാളെ കുറച്ച് ദിവസം എടുത്താലും ഈ ഇന്നത്തെ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. മറ്റേത് എക്കോണമിക്ക് എങ്ങനെയൊക്കെയാണ് വരുന്ന ഡിഫൻസ് ഔട്ട്ലേയിൽ ഉണ്ടായിരുന്ന ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ടെക്സ്റ്റൈൽ സെക്ടറിൽ അലോക്കേഷൻ കൂടിയതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ ഷോപ്പിംഗ് പോളിസികളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ താലിബാൻ റൂൾഡ് അഫ്ഗാനിസ്ഥാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം തന്നെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എമർജൻസി ക്രെഡിറ്റ് ലൈൻ MSMEക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ന്യൂസ് ഒക്കെ ഒന്ന് വായിക്കണം, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. പിന്നെ ചില ക്രിട്ടിക്സ് അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്, ജസ്റ്റ് വായിച്ചാൽ മതി. ഡിജിറ്റൽ ഫൗണ്ടേഷനിൽ ഒരു ഫൗണ്ടേഷൻ ഫോർ ഡിജിറ്റൽ ഇന്ത്യ 2.0 ഫൗണ്ടേഷനിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്രീൻ ബോണ്ട് ടാർഗറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാർബൺ ന്യൂട്രാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി അതും നമ്മൾ ഇതിൽ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ വായിക്കാം. പുതിയ ഫിസ്ക്കലോട്ട് വരുന്നത് നമ്മൾ ഡിജിറ്റൽ റുപ്പി വരുന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ളതായിരിക്കും വരുന്നത്. എന്താണ് ബ്ലോക്ക് ചെയിൻ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശേഷം പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് സെക്ടർ നോക്കുകയാണെങ്കിൽ 60% ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ബഡ്ജറ്റുമായി എന്ത് ചെയ്യുന്നുണ്ട്, ജോബ് ക്രിയേഷൻ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്, അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഡ്രോൺസ് പ്രൊമോട്ട് ചെയ്യാൻ, സ്റ്റാർട്ടപ്പ് പ്രൊമോട്ട് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം നമുക്ക്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ മേഖലയിലേക്ക് എന്തൊക്കെയാണ് ഇത് പറയുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ട് അവർ ചില ക്രിട്ടിക്സ് ഒക്കെ പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും അഗ്രികൾച്ചർ മേഖലയിൽ നാച്ചുറൽ ഫാമിംഗ് ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ എന്താണ് പറയുന്നത് ജസ്റ്റ് ഈ പേജൊക്കെ ഒന്ന് വായിക്കാം. അതാണ്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലോട്ട് നോക്കുകയാണെങ്കിൽ അലോക്കേഷൻ കൂടിയിട്ടുണ്ട്. റെയിൽവേക്ക് വേണ്ടി 1.37 lakh crore അലോക്കേഷൻ വരുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഹൈവേ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോളാർ മാനുഫാക്ചറിംഗ് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സെസ് ലോ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ സോഷ്യൽ സെക്ടറിലോട്ട് വരികയാണെങ്കിൽ മൻരേഗ MGNREG അലോക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് 25%. മൻരേഗ ജസ്റ്റ് നോക്കി വെക്കുക. പിന്നെ പ്രധാനമന്ത്രി ആവാസ് യോജനക്കുള്ള അലോക്കേഷൻ, എന്താണ് പ്രധാനമന്ത്രി ആവാസ് യോജന, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഓക്കെ, ഈ കണ്ടന്റ് സ്കൂൾസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ന്യൂ ജനറേഷൻ അംഗനവാടീസ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക. ICDS പ്രോഗ്രാമിന്റെ ഒക്കെ ഭാഗമായിട്ടും. അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്ററിക്കുള്ള അലോക്കേഷൻ. ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിക്കുക. ഞാനത് ഒന്നും പറഞ്ഞിട്ടില്ല, ഹെഡിങ്ങിലോട് മാത്രമാണ് കടന്നു പോയത്. കാരണം അതിന്റെ ഒരു സമ്മറി സെഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അഥവാ ഒരു റെക്കോർഡ് വീഡിയോ ആയിട്ട് അത് എക്കണോമിക് സർവേന്റേതും അതുപോലെ തന്നെ ബഡ്ജറ്റിന്റെയും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ അതൊന്ന് കാണുക, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. പക്ഷെ അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബഡ്ജറ്റ് സെഷൻസ് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, വായിച്ചു വെക്കുക. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഇനി വരുന്നുണ്ട്. ഓക്കെ, ഈ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസും കോളംസ് ഒക്കെ എന്താണ്, അതുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഈ ആർട്ടിക്കിൾ ഈ നിർബന്ധമായിട്ട് ഈ എഡിറ്റോറിയൽ കോളം നിർബന്ധമായിട്ട് വായിക്കുക. ബഡ്ജറ്റിനെ കുറിച്ചുള്ള എഡിറ്ററുടെ അഭിപ്രായമാണ്, വായിച്ചു വെക്കുക. പിന്നെ ഈ കോളം ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സമയം അനുസരിച്ച് എന്ത് ചെയ്യുക, വായിക്കുക. സ്റ്റെബിലിറ്റിയും അതുപോലെ ആക്സിലറേറ്റിംഗ് ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ഫോക്കസ് ചെയ്തുള്ള ഒരു ബഡ്ജറ്റ് ആണെന്നുള്ളതാണ് അഭിപ്രായം പറയുന്ന ഈ ഒരു കോളം വായിക്കാം. ഓക്കെ, പിന്നെ ബഡ്ജറ്റ് അനാലിസിസ് നമുക്ക് വരും ദിവസങ്ങൾ ധാരാളം കോളംസിൽ വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾ അതിന്റെ കൂടെ വായിക്കണം. പിന്നെ ഇത് പൊളിറ്റിക്കൽ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾ ബഡ്ജറ്റിൽ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടൊന്ന് വായിക്കാം. ഓക്കെ, അങ്ങനെയല്ല അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ പെഗാസസിന്റെ ഇഷ്യൂ നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മുടെ സർവൈലൻസ് വരുന്നത്, അതുമായി ബന്ധപ്പെട്ട പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞിരിക്കാം. പിന്നെ കോൾ മൈൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അപകടം ആക്സിഡന്റ് ഉണ്ടായതുണ്ട്. GS3 നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടോപ്പിക് നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ കോൾ മൈൻ ആക്സിഡന്റ്. ഇതൊക്കെ മാൻമെയ്ഡ് ആയിട്ട് ഒരു കോസി അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് രണ്ടും കൂടി വരുന്ന ഒരു ആക്സിഡന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ കോൾ മൈൻ ആക്സിഡന്റ് ഉണ്ടാവുന്ന എന്തുകൊണ്ട്, ഈ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കി വെക്കാം. ഇത് കൂടാതെ കോൾ മൈൻ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം, അതിന്റെ കോസ്റ്റ് എന്തൊക്കെയാണ്, അത് തടുക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ മെക്കാനിസംസ് ആണ് അതിന് വേണ്ടിയുള്ളത്. ഈ ഒരു ഇല്ലീഗൽ മൈനിങ് ഒക്കെ നടക്കുന്ന സമയത്താണ് കൂടുതൽ അത്തരം എന്ത് ചെയ്യുന്നത് സിറ്റുവേഷൻസിലേക്ക് പോകുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഇത് അറിഞ്ഞിരിക്കുക. ഒരു ആക്സിഡന്റ് ഉണ്ടായത് ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾസ് നോട്ട് ചെയ്യാം. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, അതും ജസ്റ്റ് നോക്കി വെക്കുക. പൊളിറ്റിയിൽ GS2 മനസ്സിലാക്കി വെക്കുക.
പിന്നെ ബജറ്റിനെ കുറിച്ചുള്ള ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. പിന്നെ മറ്റൊരു ന്യൂസ് അറിഞ്ഞ സിറ്റിസൺ ഫോറത്തെ കുറിച്ചാണ്. ഓക്കെ, അത് ഹെയ്റ്റ് പൊളിറ്റിക്സിനെതിരെയുള്ള ഒരു എന്ത് ചെയ്യുന്നത് ക്യാമ്പയിൻ സിറ്റിസൺ ഫോറം. GS2 സിറ്റിസൺ ഫോറം എന്നുള്ളത് നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു ഗുർഗോൺ നാഗരിക് ഏക്തമഞ്ച് എന്നുള്ള ഈ ഒരു സിറ്റിസൺ പ്ലാറ്റ്ഫോം എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വർക്ക് കൂടുതലായിട്ട് കമ്മ്യൂണൽ ഹാർമണി ഉണ്ടാക്കാൻ വേണ്ടിയാണ് COVID-19 സമയത്ത്. അതിനു വേണ്ടി അതുപോലെ ഹെയ്റ്റ് സ്പീച്ച് ഹെയ്റ്റ് പൊളിറ്റിക്സിനെതിരെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവർ ക്യാമ്പയിൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സിറ്റിസൺ ഫോറം ഈ ഒരു എക്സാമ്പിൾ നോക്കി വെക്കാം. ഈ ഒരു സിറ്റിസൺ ഫോറത്തിന്റെ എക്സാമ്പിൾ ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. അപ്പൊ നമ്മൾ പൊളിറ്റിയില് അഥവാ GS2 പൊളിറ്റി എന്നുള്ള ആംഗിളിൽ സിറ്റിസൺ ഫോറത്തിന്റെ എക്സാമ്പിൾസ് നോക്കി വെക്കുക. അത് കൂടാതെ സിറ്റിസൺ ഫോറം നമ്മുടെ ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യാൻ ഏതൊക്കെ രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അപ്പൊ അതിന്റെ ഗവൺമെന്റ് സ്റ്റേറ്റ്സിനെ ഏതൊക്കെ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കൽ ഇതിന്റെ കൂടെ നല്ലതാണ്. ലക്ഷ്മികാന്തിൽ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ അതുണ്ട് സിറ്റിസൺ ഫോറം, ഒന്ന് വായിച്ചാൽ മതി. അതാണ് ആ ന്യൂസിൽ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഓരോരുത്തരുടെ പൊളിറ്റിക്കൽ വ്യൂവും പൊളിറ്റിക്കൽ ന്യൂസും നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഒരു മാരിറ്റൽ റേപ്പ് കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ സ്റ്റാൻഡ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഹൈക്കോടതി സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. മാരിറ്റൽ റേപ്പ് ഞാൻ ഓൾറെഡി അന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടിൽ എന്ത് ചെയ്യുന്നില്ല, മാരിറ്റൽ റേപ്പ് എന്താന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നില്ല. ഓക്കെ, ഹൈക്കോടതി ചെയ്യുന്നുണ്ട്. ഈ ഒരു പെറ്റീഷൻ ഇപ്പം ഹൈക്കോടതി ഹിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് നോക്കി വെക്കാം. ഈ ഒരു എക്സെപ്ഷൻ പറയുന്നത് വെച്ചാൽ സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ ദ മാൻ വിത്ത് ഹിസ് വൈഫ് ഏജിൽ 15 years അബോവ് ആണെങ്കിൽ എന്തായിട്ട് കണക്കാക്കൂല, റേപ്പ് ആയിട്ട് കണക്കാക്കൂല, ഈവൻ കൺസെന്റ് ഇല്ലാതെ ആണെങ്കിൽ കൂടി. ഓക്കെ, അതാണ് ഇത് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സുപ്രീം കോടതി 2017 അതിന്റെ ഏജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കൺസെന്റ് എന്ന് പറയുന്നത് 18 വയസ്സായിട്ട് മാറ്റിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഈ ഒരു മാരിറ്റൽ റേപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സുപ്രീം കോടതി ഹൈക്കോടതി വരാൻ പോകുന്ന വിധി ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മാരിറ്റൽ റേപ്പ് ഡിഫൈൻ ചെയ്തിട്ടില്ല, അത് ഇല്ലീഗൽ ആക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം നോക്കുക. അതാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ന്യൂസ്. പിന്നെ വേൾഡ് ന്യൂസ് ഉണ്ടായിരുന്നു, ജസ്റ്റ് നോക്കിയാൽ മതി. മ്യാൻമാറിന്റെ ഓൾറെഡി നമുക്ക് ഡിസ്കസ് ചെയ്താണ്. നിങ്ങൾ മ്യാൻമാറിന്റെ ഇതിന്റെ കൂടെ മാപ്പാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. മ്യാൻമാറിന്റെ മാപ്പ്, ഇന്ത്യ ഏതൊക്കെ സംസ്ഥാനങ്ങളായിട്ടാണ് മ്യാൻമാർ ബോർഡർ ചെയ്യുന്നത്, ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അരുണാചൽ പ്രദേശ് അതുപോലെ തന്നെ നാഗാലാൻഡ്, മണിപ്പൂർ ഒക്കെ ആയിട്ട് ബോർഡർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി വെക്കുക. ഇന്ത്യ മ്യാൻമാർ റിലേഷനെ കൂടെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിന്നെ ഓൾറെഡി ഇന്നലെ റഷ്യ യുക്രൈൻ ഇഷ്യൂ ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. അപ്പൊ ഇന്ത്യന്റെ സ്റ്റാൻഡ് അതിന്റെ കൂടെ മനസ്സിലാക്കി വെക്കാം. പിന്നെ ജപ്പാന്റെ ഒരു റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൺ ചൈന റൈറ്റ്സ് സിറ്റുവേഷനെ ബന്ധപ്പെട്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ ജപ്പാന്റെ മാപ്പ് ഇതിന്റെ കൂടെ നോക്കി വെക്കുക. ഞാനത് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ജപ്പാന്റെ മാപ്പ് നമുക്ക് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇതാണ് ഇന്നത്തെ ന്യൂസ്. നിങ്ങൾ പ്രധാനമായിട്ടും വായിക്കേണ്ട കുറച്ച് ന്യൂസുകൾ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പോയിട്ടില്ല, അത് ബജറ്റ് ആയതുകൊണ്ടാണ്. ബജറ്റ് നമ്മൾ മറ്റൊരു ന്യൂസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ബജറ്റ് ഡിസ്കഷൻ ഉണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാം സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ ബജറ്റിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ വിത്ത് നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ആയത് എന്ത് ചെയ്യാം ആ കാര്യം ഡിസ്കസ് ചെയ്യാം. ആ ന്യൂസ് നിങ്ങൾ നിർബന്ധമായിട്ട് ഇന്ന് വായിക്കുക. ഇന്ന് ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കുക. ഇന്നത്തെ പത്രം എടുത്ത് മാറ്റി വെക്കുന്നത് നല്ലതാണ്. അത് നിങ്ങൾക്ക് ഇനി ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു തീർത്തില്ലെങ്കിലും ദിവസങ്ങൾ എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ബജറ്റ് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നമ്മുടെ ബജറ്റ് ഡിസ്കഷൻ ഞാൻ എന്ത് ചെയ്യാം അതിന്റെ മെറ്റീരിയലും കൂടി പ്രൊവൈഡ് ചെയ്യാം. ഏതെങ്കിലും നല്ല മെറ്റീരിയൽ എടുത്ത് എന്ത് ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് നിങ്ങൾക്ക് അതിന്റെ PDF-ഉം നമുക്ക് എന്ത് ചെയ്യാം ടെലിഗ്രാം ചാനലിലോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ബജറ്റ് കൂടുതലായിട്ട് മനസ്സിലാക്കാം. തൽക്കാലം നമുക്ക് അനാലിസിസോടെ അവസാനിപ്പിക്കാണ്ട് മറ്റൊരു ഇതുമായിട്ട് നമുക്ക് ഉടൻ കാണാം.